For you. ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. ഡൂയിങ് ഗുഡ്. സ്റ്റാർട്ട് ചെയ്യാം. ഐ തിങ്ക് രണ്ടുപേരും ജോയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും റെക്കോർഡ് സെഷൻ ആണോ ആക്സസ് ചെയ്യുന്നത്? ലൈവ് സെഷൻ ആർക്കും വേണ്ടേ? ലെറ്റ് മീ ചെക്ക്. ഓക്കെ, സോ ബാക്കിയുള്ളവരെല്ലാം റെക്കോർഡ് സെഷൻ ആക്സസ് ചെയ്തോളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ Sure, sir. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്താണെന്നുള്ളത് പറഞ്ഞായിരുന്നു അല്ല. വാട്ട് ഈസ് അതെ. ട്രേഡിംഗ് വ്യൂ, അല്ലെങ്കിൽ ക്യാൻഡിൽ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഡേയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ക്യാൻഡിൽസും ടെക്നിക്കൽ അനാലിസിസും ഒന്നും അവിടെ ഹോൾഡ് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോൾ റിസ്ക് മാനേജ്മെന്റ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് റിസ്ക് മാനേജ്മെന്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിസ്ക് മാനേജ്മെന്റിൽ യൂസ് ചെയ്യുന്ന 3 സ്റ്റെപ്പുകളുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഡേയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, സോ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ നമ്മുടെ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അല്ല. നമ്മുടെ ക്യാപിറ്റൽ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റമാണ് റിസ്ക് മാനേജ്മെന്റ്. അപ്പൊ എന്താണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒരു ഡേയിൽ നിങ്ങൾ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് ഒരു ട്രേഡ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ട്രേഡ് എടുക്കുവാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പ്രൈസ് കൂടുന്നത് കണ്ടിട്ട് നിങ്ങൾ പോയിട്ട് ബൈ ട്രേഡ് എടുത്തെന്ന് വിചാരിക്കാം. ഈ ബൈ ട്രേഡ് എടുത്ത ഉടനെ തന്നെ ചിലപ്പോൾ മാർക്കറ്റ് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം. നിങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ബൈ എടുത്തത്? മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ള എക്സ്പെക്ടേഷനിൽ നിങ്ങൾ ബൈ എടുത്തു. പക്ഷെ എന്താ സംഭവിച്ചത്? നിങ്ങളുടെ എക്സ്പെക്ടേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നു അല്ല. അപ്പൊ അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിക്ക് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നില്ല. അപ്പൊ നമുക്ക് എക്സ്പെക്ടേഷന് ഓപ്പോസിറ്റ് ആയിട്ട് മാർക്കറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു മൂവ്മെന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലോസ് സംഭവിക്കും അല്ലെ. പലപ്പോഴായിട്ടും പല ആൾക്കാരും വലിയ ക്വാണ്ടിറ്റീസ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഹ്യൂജ് ലോസസ് സംഭവിക്കാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് അത്രയും വലിയ ലോസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ എങ്ങനെ ഒരു പ്രൊഫഷണൽ ട്രേഡർ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലുള്ള ട്രേഡേഴ്സ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, അല്ലെങ്കിൽ ഈ റിസ്കിനെ എങ്ങനെയാണ് കാണുന്നത്? മാർക്കറ്റിൽ ഓൾവേസ് റിസ്ക് ഉണ്ടാവും. നമ്മൾ എപ്പോൾ ട്രേഡ് ചെയ്യുമ്പോഴും നമുക്ക് റിസ്ക് ഉണ്ടാവും. പക്ഷെ അതിനെ മാനേജ് ചെയ്യുന്നതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3997 എന്ന് പറയുന്ന പ്രൈസിലാണ് ഇപ്പോൾ ഗോൾഡ് ഉള്ളത് അല്ല. ഗോൾഡിന്റെ ഇപ്പോഴത്തെ പ്രൈസ് 3997.70 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസിലാണ്. ഞാൻ റൗണ്ട് ആയിട്ട് 3998 ഞാൻ ഗോൾഡിൽ ഒരു ട്രേഡ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു അസംഷൻ ആണ്. നിങ്ങൾ ഒരു ട്രേഡ് നമ്മൾ 3998 ഒരു ട്രേഡ് എടുത്തു. ഞാനൊരു ബൈ ട്രേഡ് ആണ് എടുത്തത്. ഓക്കെ, അസ്യൂം ദാറ്റ് നമ്മൾ എന്ത് എടുത്തത്? ഇന്നത്തെ ഡേയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസ്ക് മാനേജ്മെന്റ് ആണ്. റിസ്ക് മാനേജ്മെന്റ്. അപ്പോൾ റിസ്ക് മാനേജ്മെന്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് സിനാരിയോ, ഞാൻ പോയിട്ട് 98 ഞാനൊരു ബൈ എടുത്തു. ഓക്കെ, 98 ഞാൻ ബൈ എടുത്ത സമയത്ത് എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ, ബൈ എടുക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എൻ്റെ എക്സ്പെക്ടേഷൻ എന്താണ്? പ്രൈസ് Profit. മുകളിലോട്ട് പോകും എന്നുള്ളതാണ് എൻ്റെ എക്സ്പെക്ടേഷൻ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ബൈ എടുക്കുന്നത്. പക്ഷേ വാട്ട് ഇഫ് ഞാൻ അവിടെ ബൈ എടുത്ത ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ, ബൈ എടുക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത്, ഗോൾഡിൽ എന്നല്ല ഏതൊരു അസറ്റിൽ ട്രേഡ് ചെയ്യുന്ന സമയത്തും നമ്മൾ ലോട്ട് സൈസിലാണ് ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞു അല്ല. അപ്പോ ഇവിടുത്തെ കേസിൽ ഞാൻ ഇവിടെ ഒരു ലോട്ടാണ് ട്രേഡ് എടുത്തതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ എത്രയാണ് ട്രേഡ് എടുത്തത്? ഒരു ലോട്ടാണ് ഞാൻ ഇവിടെ ട്രേഡ് എടുത്തത്. ഓക്കെ, മുകളിലോട്ട് പോകുന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഞാൻ ഇവിടെ ബൈ എടുത്തത്. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്തതിന് ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. ഇവിടെ നിന്ന് ഗോൾഡ്, ഞാൻ ഒരു അസംഷൻ പറയാണ്, പ്രൈസ് എങ്ങാനും താഴോട്ട് കുറഞ്ഞെന്ന് വിചാരിക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ്. പക്ഷെ ഇൻ കേസ് മാർക്കറ്റ് നമ്മുടെ എക്സ്പെക്ടേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൈസ് കുറഞ്ഞിട്ട് ഒരു 988 എന്ന് പറയുന്ന പ്രൈസിലോട്ട് എത്തിയെന്ന് വിചാരിക്കാം. അതായത് 998 നമ്മൾ ബൈ എടുത്തു, 988 എന്ന് പറയുന്ന പ്രൈസിലോട്ട് പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് അവിടെ ലോസ് ഉണ്ടാവും അല്ലെ. നമ്മൾ ബൈ ആണ് എടുത്തത്,
നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലോസ് ഉണ്ടാവും. എത്ര ആയിരിക്കും ലോസ് ഉണ്ടാകുന്നത്? അതിനെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതായത് ഗോൾഡിൽ ഒരു ലോട്ട് ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100 ഔൺസ് ആണ്. അതായത് 100 ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഇവിടെ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന 100 ഔൺസ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ ട്രേഡ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 998 നിന്നും 88 കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മൊത്തത്തിൽ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് $10 നഷ്ടമാണ് വരുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ്? 100 ക്വാണ്ടിറ്റിയാണ് അല്ല. 100 ക്വാണ്ടിറ്റിയിൽ നമുക്ക് എത്ര ഇതുണ്ടാവും? 10 × 100 $1000 നഷ്ടം അവിടെ ഉണ്ടാവും. ഓക്കെ, $1000 നഷ്ടം ഉണ്ടാവും. അത് 88 നിന്നും അതിന്റെ പ്രൈസ് കുറഞ്ഞ് വീണ്ടും 78 കുറഞ്ഞാലോ $20 ആവും. അല്ലെങ്കിൽ നമ്മുടെ റിസ്ക് എന്തായിട്ട് മാറും? ഈ $2000 ആയിട്ട് മാറും അല്ലെ. അപ്പോ എത്രത്തോളം ഗോൾഡിന്റെ പ്രൈസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നു, അപ്പോഴൊക്കെ ലോസ് കൂടി 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 പൊക്കോണ്ടിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു $2000 ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ $20 ഗോൾഡ് താഴെ വരുമ്പോൾ തന്നെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവും അല്ലെ. അപ്പൊ അതൊരു ഹ്യൂജ് റിസ്ക് ആണ്. അപ്പോ ഇന്നത്തെ ടോപ്പിക് പറഞ്ഞ പോലെ തന്നെ ആ റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ റിസ്കിനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതിന് നമുക്ക് റിസ്ക് മാനേജ്മെന്റിന് 3 സ്റ്റെപ്പുകളാണുള്ളത്. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്ന യൂസിങ് എ സ്റ്റോപ്പ് ലോസ്. ഒരു സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ലോസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഞാനിവിടെ ബൈ ട്രേഡ് എടുത്തത്, ഒരു ലോട്ട് ബൈ ആണ് എടുത്തത് അല്ലെ. അപ്പൊ ഇപ്പൊ തന്നെ അറിയാം 98 ഞാൻ ബൈ എടുത്തതെന്നുണ്ടെങ്കിൽ 97.7 ലോട്ട് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് അല്ലെ. 97.7 ലോട്ട് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് അല്ല. അപ്പൊ തന്നെ എനിക്ക് എന്ത് വരും? ഒരു ചെറിയൊരു നഷ്ടം വരും അല്ല. അതേപോലെ താഴോട്ട് കുറയുന്നതിനനുസരിച്ച് എനിക്ക് മനസ്സിലാവും പ്രൈസ് കുറയുന്നുണ്ട്, ഞാൻ വിചാരിച്ച പോലെ എന്തല്ല, മുകളിലോട്ടല്ല പോകുന്നത്, എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് പോകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടുത്തെ ഒരു കേസ് പറയുകയാണെങ്കിൽ, ഒരു 88 എത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യുവാണ്? ഞാൻ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുകയാണ്. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏത് ഓർഡർ ആണ് എടുത്തത്, ബൈ ഓർഡർ ആണ് എടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബ്രോക്കറിന്റെ അടുത്ത് പറയുവാണ്, അഥവാ 88 എത്തിക്കഴിഞ്ഞാൽ ട്രേഡ് ലോസ് ആണെങ്കിലും കുഴപ്പമില്ല, ആ ട്രേഡ് അവിടെ ക്ലോസ് ചെയ്യണമെന്ന് പറയാണ്. ബ്രോക്കറിന്റെ അടുത്ത് എന്ത് പറയാണ്? 88 എത്തിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, ട്രേഡ് നമുക്ക് അവിടെ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ഓക്കെ, 88 എത്തിയാലും കുഴപ്പമില്ല, നമുക്ക് അവിടെ ആ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ബ്രോക്കറിന്റെ അടുത്ത് പറയാം. അപ്പൊ എന്താ സംഭവിക്കുക? ഈ 88 എത്തുന്ന സമയത്ത് MT5 നമ്മൾ അങ്ങനെ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ട്രേഡ് ആക്റ്റീവ് ആയിട്ട്, അഥവാ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മുകളിലോട്ട് പോകുമെന്ന് തന്നെയാണ്, പക്ഷേ ചില സമയത്ത് നമ്മുടെ അനാലിസിസ് റോങ് ആവുകയും മാർക്കറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ട്രേഡ് 88 നമ്മളൊരു സ്റ്റോപ്പ് ലോസ്, ഈ ഒരു വേർഡ് തന്നെയുണ്ട്, ലോസിനെ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ട്രേഡിലെ ആ ഒരു ലോസിനെ ബുക്ക് ചെയ്ത്, എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുന്നത്? ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ലോട്ട് എടുത്തിട്ട് $10 താഴെ വന്നു കഴിഞ്ഞാൽ വെറും $1000 ആണ് നമുക്ക് നഷ്ടം വരുന്നത് അല്ലെ. പക്ഷേ നമ്മൾ അവിടെ ആ ട്രേഡിനെ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ താഴോട്ട് പോകുന്നതോറും നമുക്ക് അൺലിമിറ്റഡ് റിസ്ക് ഉണ്ട് അല്ലെ. റിസ്ക് കൂടി കൂടി വരുവാണ് ചെയ്യുന്നത്, റിസ്ക് വളരെ കൂടുതലാണ്. അപ്പൊ ആ റിസ്കിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. പക്ഷേ ഇങ്ങനെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് പോലും ഇപ്പൊ നമുക്ക് എത്ര ഡോളർ നഷ്ടമുണ്ട്? $1000 നഷ്ടമുണ്ട് അല്ല. $10 ഞാൻ എന്ത് ചെയ്തത്? സ്റ്റോപ്പ് ലോസ് വെച്ചത്. എന്നിട്ട് പോലും എനിക്ക് എത്ര ഡോളർ നഷ്ടമുണ്ട്? $1000 നഷ്ടം എനിക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഒന്നും കൂടെ റിഫൈൻ ചെയ്യാം. $1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ $2000 ട്രേഡ് ചെയ്യുന്ന സമയത്ത് $1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 50% അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അത്ര വലിയ റിസ്കുകളൊന്നും എടുക്കുന്നില്ല. ഒരു ട്രേഡ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് $1000 ഒക്കെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ കംപ്ലീറ്റ് ആയിട്ട് തീരും അല്ല. അപ്പൊ നമുക്ക് കൂടുതൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇതിന് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് കൂടെ കൊണ്ടുവരുവാണ്. ഇറ്റ്സ് കോൾഡ് പൊസിഷൻ സൈസിങ്. ഓക്കെ, എന്നാണ് പറയുന്നത് പൊസിഷൻ സൈസിങ്. റിസ്ക് മാനേജ്മെന്റിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് പൊസിഷൻ സൈസിങ്. ഓക്കെ, റിസ്ക് മാനേജ്മെന്റിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് പൊസിഷൻ സൈസിങ്. അപ്പോ എന്താണ് പൊസിഷൻ സൈസിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് $1000 നഷ്ടപ്പെടാനുണ്ടായ റീസൺ
$10 സ്റ്റോപ്പ് ലോസ് വെച്ചു എന്നുള്ളതല്ല. $10 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണം, അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ നമ്മൾ $5 ആയിരിക്കും വെക്കുന്നത്. ഇവിടുത്തെ കേസിൽ ഇവിടെ ഞാൻ ബൈ എടുത്തിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തത് എന്താ, ഈ താഴെ നേരത്തെ പോയതിനേക്കാളും താഴെ പോവില്ല എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ. നമ്മൾ അനാലിസിസ് പഠിക്കും ഇതിന് വേണ്ടിയിട്ട്, എങ്ങനെയാണ് ഈ ഒരു സ്റ്റോപ്പ് ലോസ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നൊക്കെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചത്. അപ്പൊ എനിക്ക് സ്റ്റോപ്പ് ലോസിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എനിക്ക് ഈ $1000 നഷ്ടം വരാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത്, ഞാൻ എടുക്കുന്ന ട്രേഡിന്റെ ക്വാണ്ടിറ്റീനെ ഞാൻ എന്ത് ചെയ്യണം, ട്രേഡ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഇതിൽ അത്രയും വലിയൊരു റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ക്വാണ്ടിറ്റി കുറക്കുന്നു. ക്വാണ്ടിറ്റി കുറക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഞാൻ ഒരു ലോട്ട് ഉള്ളത് ഞാൻ അര ലോട്ടാക്കിയെന്ന് വിചാരിക്കുക. നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ക്വാണ്ടിറ്റീസ് എങ്ങനെ വേണമെങ്കിലും ട്രേഡ് ചെയ്യാം അല്ല. ഞാൻ ഒരു ലോട്ട് ഉള്ളത് ഞാൻ എന്ത് ചെയ്യുവാണ്, അര ലോട്ട് 0.50 ലോട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ $1000 റിസ്ക് ഉണ്ടായിരുന്നത് എനിക്ക് എത്ര ഡോളർ റിസ്ക് ആയിട്ട് മാറും, $500 റിസ്ക് ആയിട്ട് മാറും അല്ലെ. ക്വാണ്ടിറ്റി പകുതിയായപ്പോ റിസ്ക് പകുതിയായി അല്ലെ. വീണ്ടും ഞാൻ ക്വാണ്ടിറ്റി കുറക്കണം. $500 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ $2000 ക്യാപിറ്റലിന്റെ എത്ര പെർസെന്റേജാ, 25%. അത്രയും ഞാൻ റിസ്ക് ചെയ്യാൻ റെഡി അല്ല. 25% വെച്ചിട്ട് നമ്മൾ ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് 4 ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഇട്ടായാൽ നമ്മൾ എന്തായി, വാഷ് ഔട്ട് ആവും. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ വാഷ് ഔട്ട് ആവാണ്ടിരിക്കുക, ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. വീണ്ടും ഞാൻ ക്വാണ്ടിറ്റീനെ കുറക്കുന്നു. ഞാൻ ക്വാണ്ടിറ്റീനെ കുറച്ചിട്ട് 0.05 ആക്കിയിട്ട് മാറ്റുവാണ്. 0.05 ആക്കി മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ റിസ്ക് ഉണ്ടാകുന്നത് വെറും $50 മാത്രമായിരിക്കും. ഈ ഒരു ട്രേഡ് ഞാൻ ഇവിടെ എടുത്തിട്ട് 0.05 എടുത്താൽ, അതല്ല ഞാൻ 0.02 ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര റിസ്ക് ഉണ്ടാവുന്ന, വെറും 100 ഉണ്ടാവോ, 0.02 ആണ്. യെസ്, അവിടെ എനിക്ക് ഉണ്ടാവുന്ന റിസ്ക് വെറും $20 ആണ്. ഓക്കെ, 0.02 പറഞ്ഞാൽ $20 ആണ്. അതെന്ന് പറഞ്ഞാൽ $20, $2000 $20 എന്ന് പറഞ്ഞാൽ വെറും 1% മാത്രമാണ്. വെറും 1% ആണ്. ഇങ്ങനെ ഒരു 1% റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യാനാണെങ്കിൽ, ഇൻ കേസ് നിങ്ങൾ റോങ് ആണ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ ഒരു ട്രേഡ് എടുത്തു, അത് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്തത് അല്ല, എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, അപ്പൊ നിങ്ങൾ ഒരു 1% ലൂസ് ചെയ്തു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 100 ട്രേഡ് നിങ്ങൾ ഫെയിൽ ആയാൽ മാത്രമേ നിങ്ങളുടെ എന്താവുള്ളൂ, നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് 100 ട്രേഡ് എടുത്താൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് 100 ട്രേഡ് ഫെയിൽ ആവില്ല. കാരണം എന്താ, മാർക്കറ്റ് ഏതർ അപ്പ് സൈഡ് പോകും, ഏതർ ഡൗൺ സൈഡ് പോകും അല്ല. നിങ്ങൾ ഒരു പ്രോബബിലിറ്റി സൈഡ് നോക്കുവാണെങ്കിൽ തന്നെ നമുക്കൊരു 50-50 ചാൻസ് നമുക്ക് ഓൾറെഡി മാർക്കറ്റിലുണ്ട്. അതിന്റെ പുറമെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അനാലിസിസ് യൂസ് ചെയ്തിട്ട് മാർക്കറ്റ് അനാലിസിസിന്റെ ബേസിസിൽ ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ട്രേഡിങ്ങിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് റിസ്ക് മാനേജ്മെന്റിൽ അപ്ലൈ ചെയ്തത്. ഒന്ന്, എവിടെ പോയിട്ട് ട്രേഡ് എടുക്കുവാണെങ്കിലും, നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കുവാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ അതിന്റെ സ്റ്റോപ്പ് ലോസ് വെക്കുക. അപ്പോൾ അതിനർത്ഥം എന്താ, ആ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് എക്സാക്ട്ലി അറിയാം എത്ര ഡോളർ ആണ് നമ്മൾ അവിടെ ലൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അല്ല. ആ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് എക്സാക്ട്ലി അറിയാം ഞാൻ ഇത്ര ഡോളർ ആണ് ഇതിൽ ലൂസ് ചെയ്യാൻ പോകുന്നത്, മാക്സിമം പോയി കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ലൂസ് ചെയ്യുള്ളൂ എന്നുള്ള കോൺഫിഡൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മൾ സംസാരിച്ചത് ലോസിന്റെ കേസാണ്, അല്ലെങ്കിൽ ലോസിനെ എന്ത് ചെയ്യുന്നത് കേസാണ്, പ്രൊട്ടക്ട് ചെയ്യുന്ന കേസാണ്. ലോസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കേസ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്, അല്ലാന്നല്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എടുക്കുന്ന പ്രോഫിറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു $2000 ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്ത് അല്ലെങ്കിൽ റിസ്ക് എടുത്ത് ചെയ്യാനുള്ള ക്യാപിറ്റൽ 2000 ആണ്. അതിന്റെ കൂടെ നിങ്ങൾ ഒരു $200 പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അപ്പൊ അതെന്തായി, നിങ്ങളുടെ ആ ക്യാപിറ്റൽ ഇൻക്രീസ് ആവുകയാണ് അല്ല, നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാപിറ്റലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതും അതുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയാം, ഞാനിവിടെ $10 സ്റ്റോപ്പ് ലോസ് വെച്ചു, എന്നിട്ട് ഒരു $2 പ്രോഫിറ്റ് കിട്ടിയപ്പോത്തിന് ഞാൻ ഇവിടെ ബുക്ക് ചെയ്തെന്ന് വിചാരിക്കാം. പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, ഒരു $10 സ്റ്റോപ്പ് ലോസ് വെച്ച് $2 വെച്ച് കഴിഞ്ഞാൽ 2 × 2 എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് ചിലപ്പം $4 പ്രോഫിറ്റ് കിട്ടും. $4 പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ഞാൻ ആ ട്രേഡ് ക്ലോസ് ചെയ്തു. വീണ്ടും അടുത്ത ട്രേഡ് എടുത്തു, ഒരു $4 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ അത് ക്ലോസ് ചെയ്തു. അങ്ങനെ ഒരു 4-5 ട്രേഡ് എഴുതും. എന്നിട്ട് മാർക്കറ്റ് ഒറ്റ തവണ നമ്മൾ ബൈ എടുത്തപ്പോൾ ഓപ്പോസിറ്റ് മൂവ് ചെയ്തപ്പോൾ $20 ലൂസായി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 ട്രേഡിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഒരൊറ്റ ട്രേഡിൽ കളയും.
പല ബിഗിനർ ട്രേഡേഴ്സും ചെയ്യുന്ന മിസ്റ്റേക്കുകളിൽ ഒന്നാണിത്. ട്രേഡ് എടുക്കുമ്പോൾ ലോസിനെ ബുക്ക് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പ്രോഫിറ്റ് ആയിട്ട് ബുക്ക് ചെയ്യും. ലോസിനെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഹ്യൂജ് ആക്കും. അപ്പൊ നമുക്ക് അതിനും കൂടെ ഒരു സിസ്റ്റം വേണം. റിസ്ക് മാനേജ്മെന്റിൽ അടുത്ത സ്റ്റെപ്പാണ്, തേർഡ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് റിസ്ക് ടു റിവാർഡ്. റിസ്ക് ടു റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ട്രേഡ് ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി നമുക്ക് ഇത് അറിയാം, എന്ത് നമ്മുടെ റിസ്ക് എത്രയാണെന്ന് അറിയാം. അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മൾ എത്ര റിസ്ക് കാൽക്കുലേറ്റ് ചെയ്ത് $20 അല്ല. ഇപ്പൊ ഞാനാണ് ഇവിടെ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ 20 ഔൺസ് ആയിരിക്കും ഞാൻ എടുക്കുന്നത്. ഓക്കെ, 0.02 പകരം 0.2 ആയിരിക്കും ഞാൻ എടുക്കുന്നത്. കാരണം ഞാൻ എൻ്റെ $20,000 തന്നെ 1% റിസ്ക് ചെയ്യുമ്പോൾ എനിക്ക് അറൗണ്ട് ഞാൻ 200 മുതൽ 400 വരെ ഞാൻ റിസ്ക് ചെയ്യാറുണ്ട്. അപ്പോ ഇവിടെ ഞാൻ ചിലപ്പം 0.2 ആയിരിക്കും എടുക്കുന്നത് അല്ല. അപ്പോൾ എൻ്റെ റിസ്ക് എന്ന് പറയുന്നത് എത്രയാണ്? $200 ആണ്. ഇവിടുത്തെ എൻ്റെ റിസ്ക് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു, $200 ആണ് എൻ്റെ ഇവിടുത്തെ റിസ്ക് വരുന്നത് അല്ല. അപ്പൊ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ഒരു റിവാർഡ് ആയിരിക്കണം ടാർഗറ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള റിവാർഡ് എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് ഒരു $10 മുകളിലോട്ട് ഞാൻ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 4008 വരെ ഞാൻ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും? $200 അല്ല. എൻ്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും? $200. ദാറ്റ് ഈസ് ഈക്വൽ ടു ഞാൻ എത്രയാണോ റിസ്ക് ചെയ്തത് അതേ റിവാർഡാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ റിസ്ക് റിവാർഡ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ മിനിമം ഒരു 1:2 ആയിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് $200 നമ്മൾ റിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു $400 അല്ലെങ്കിൽ ഒരു $20 $10 റിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ $20 നമ്മൾ ടാർഗറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. $10 റിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു $20 റിസ്ക് ടാർഗറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ പറഞ്ഞു, അപ്പോൾ ഒരു എക്സാമ്പിൾ വരാം. ഒരു 50-50 ചാൻസ് ആണ് നമുക്കുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 10 ട്രേഡ് ചെയ്യുവാണ്. 10 ട്രേഡ് ചെയ്തിട്ട് നമുക്കൊരു 50-50 ചാൻസ് ആണുള്ളതെന്ന് വിചാരിക്കാം. അതായത് ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ സക്സസ് ആവും, ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫെയിലിയർ. അങ്ങനെ ഒരു 50-50 ചാൻസ് ആണ് നമുക്കുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോ ട്രേഡിലും ഞാൻ റിസ്ക് ചെയ്യാൻ പോകുന്നത്, ഞാൻ എൻ്റെ ക്യാപിറ്റലിന്റെ ബേസിൽ പറയാം. ഞാൻ എൻ്റെ ക്യാപിറ്റലിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഓരോ ട്രേഡിലും ഞാൻ $200 ആണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? റിസ്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, $200 ആണ്. ഇൻ കേസ് ഞാൻ ഫെയിൽ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ എനിക്ക് എത്ര നഷ്ടം വരും? $200. അപ്പോ ഒരു 50-50 ചാൻസിൽ പറയുകയാണെങ്കിൽ 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എത്ര നഷ്ടപ്പെടും? അപ്പോ 5 നഷ്ടപ്പെടും അല്ല, 5 ലോസ് വരും. 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 5 ലോസ് വരും. അപ്പൊ ഇങ്ങനെ ഒരു 50-50 ചാൻസിൽ ഞാൻ 10 ട്രേഡ് എടുത്തു, 5 എനിക്ക് നഷ്ടമായെന്ന് വിചാരിക്കാം. അപ്പൊ ടോട്ടൽ എനിക്ക് എത്ര ലോസ് ഉണ്ടാവും? ഈ ലോസസ് ട്രേഡ്സ് മാത്രം എനിക്ക് എത്ര ലോസ് ഉണ്ടാവും? എത്ര ലോസ് ഉണ്ടാവും? 200, 400, $1,000. 600, 800, 1000 അല്ല. അതേപോലെ 50-50 ചാൻസ് ആണെങ്കിൽ തന്നെ ഞാൻ 5 ട്രേഡ് വിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 5 ട്രേഡ് ഞാൻ വിചാരിച്ച പോലെ, $2,000. യെസ്, 5 ട്രേഡ് ഞാൻ വിചാരിച്ച പോലെ തന്നെ മുകളിലോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയാണ് നമ്മുടെ റിസ്ക് ടു റിവാർഡ് വരുന്നത്. ഞാൻ പറഞ്ഞു, റിവാർഡ് എടുക്കുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നത്? പ്രോഫിറ്റിനെ ഡബിൾ 1:2 ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? റിവാർഡ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ ട്രേഡിലും എനിക്ക് എത്ര ഇതുണ്ടാവും? $400 എന്തുണ്ടാവും? പ്രോഫിറ്റ് ഉണ്ടാവും. $400. അങ്ങനെ വരുവാണെങ്കിൽ പ്രോഫിറ്റ് മാത്രം എനിക്ക് $2,000 ആൻഡ് മൈനസ് minus 1,000 $1,000 വരുന്നതിൽ equals നെറ്റ് to നമ്മുടെ 1,000. പ്രോഫിറ്റ്. ഈവൻ 50-50 ആക്യുറസിയിൽ പോലും നമുക്ക് $1,000 പ്രോഫിറ്റ് ഉണ്ടാവും. നമുക്ക് ആക്യുറസി ഒന്നും കൂടെ ചേഞ്ച് ചെയ്ത് നോക്കാം. 50 ഇല്ല, നമുക്ക് 60-40 വരുന്നുള്ളൂ. നമ്മൾ 4 ട്രേഡ് മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എത്രയായിട്ട് മാറും? പ്രോഫിറ്റ് എത്രയായിട്ട് മാറും? 2000 ഉണ്ടാവില്ല, 1800 ആയിട്ട് മാറും. 800. ലോസ് 1200. എങ്കിൽ പോലും നമുക്ക് $600 അവിടെ പ്രോഫിറ്റ് ആയിരിക്കും. എഗെയിൻ ഒരു സിനാരി കൂടെ പറയാം. നമ്മൾ 70-30 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, സോറി, അത് ലോസിന്റെ കേസ് ഉണ്ടായിരുന്നു. ഓക്കെ,
70-30 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അതായത് 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 10 അനാലിസിസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 30 3 ട്രേഡ് നിങ്ങൾ വിൻ ചെയ്യും. 3 ട്രേഡ് വിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് 1200 അല്ല 200 അതെ 200 ആൻഡ് 1400 1400 അല്ല വെറും -200 -$200 ലോസ് നമുക്ക് അവിടെ വരും. ഇത് എപ്പോഴത്തെ സിനാരിയോ ആണ് പറയുന്നത്? 1:2 റിസ്ക് റിവാർഡ് റേഷ്യോയില് 70% ട്രേഡുകൾ നിങ്ങൾ ഫെയിലായി. 10 ട്രേഡ് എടുത്തിട്ട് 7 ട്രേഡും നിങ്ങൾ ഫെയിലിയർ ആയാൽ മാത്രമാണ് ഈ ഒരു സിനാരിയോയിൽ എത്തുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും 1:2 മാത്രമായിരിക്കില്ല എന്ത് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്. ചില ബുള്ളിഷ് മൊമെന്റംസ് ക്രിയേറ്റ് ചെയ്യുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മൾ 1:3 1:4 ഒക്കെ ടാർഗറ്റ് ചെയ്യും. അപ്പൊ നമുക്കൊരു ആവറേജ് ഞാൻ പറയുന്നത് ഒരു മന്ത്ലി ട്രേഡ് എടുക്കുന്ന സമയത്ത് ഓൺ ആൻ ആവറേജ് നമുക്കൊരു 1:3 എന്ത് ചെയ്യാൻ പറ്റണം, സെക്യൂർ ചെയ്യാൻ പറ്റുകയാണ്. ചില ട്രേഡുകളിൽ 1:4 നമ്മൾ ടാർഗറ്റ് ചെയ്യും, ചില ട്രേഡുകളിൽ 1:5 ടാർഗറ്റ് ചെയ്യും. പക്ഷെ റീസെന്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് 1:2 തന്നെ നമുക്ക് നല്ല ആക്യുറസിയിൽ നമുക്ക് പോവാറുണ്ട്. മോർ ദാൻ 70% നമുക്ക് ആക്യുറസി കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയോയിലൊക്കെ ആണെങ്കിൽ നമുക്ക് 1:2 തന്നെ ടാർഗറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അതായത് ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യുന്നത് ഇത് കംപ്ലീറ്റ്ലി ഒരു മൈൻഡ് സെറ്റ് ഗെയിമാണ്. ഇതൊരു കംപ്ലീറ്റ്ലി നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരുന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. കാരണം നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ട്രേഡും വിൻ ചെയ്യലാണോ നമ്മുടെ ഗോള്? എല്ലാ ട്രേഡും വിൻ ചെയ്യാൻ പറ്റുമോ? നോ എല്ലാ ട്രേഡും വിൻ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല കേട്ടോ. നോ നിങ്ങൾ ആ ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷനുമായിട്ട് ഒരിക്കലും വരരുത്. എടുക്കുന്ന എല്ലാ ട്രേഡും നമ്മൾ സക്സസ് ആവില്ല. ഓക്കെ, നമ്മൾ സക്സസ് ആവുന്നത് എങ്ങനെയാ? നമ്മൾ സക്സസ് ആവുന്നത് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്ന ട്രേഡുകളിനെ ചെറിയ ലോസസിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് റിസ്ക് മാനേജ്മെന്റിൽ പറഞ്ഞത് അല്ല. ഒരു സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം. ഒരു ട്രേഡ് എടുത്തിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം. രണ്ടാമത്തത്, നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന റിസ്കിനുള്ള ക്വാണ്ടിറ്റി എടുക്കാൻ പാടുള്ളൂ അല്ലെ. പൊസിഷൻ സൈസിങ് പ്രകാരം നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി എടുക്കാൻ പാടുള്ളൂ. മൂന്നാമത്തത്, റിസ്ക് ടു റിവാർഡ്. നമുക്ക് ഫേവറബിൾ ആയിട്ട് പോകുന്ന സമയത്ത് പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ട്രേഡിങ്ങിൽ ഫെയിലിയർ ആവുന്നിട്ടുള്ള ട്രേഡിങ്ങിൽ ഇതിന് മുന്നേ ഫെയിലിയർ ആയിട്ടുള്ളവരൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസിനെ അവർ മാക്സിമൈസ് ചെയ്യും. ലോസ് എത്ര വന്നാലും അവർ ക്ലോസ് ചെയ്യില്ല. പ്രോഫിറ്റിനെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ലോസിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യും. പ്രോഫിറ്റിനെ പെട്ടെന്ന് ക്ലോസ് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. റിസ്ക് റിവാർഡിന്റെ ബേസിസിൽ പ്രീവിയസ്ലി റീസെന്റ് ടൈമുകളിലൊക്കെ ഇപ്പൊ ഇതൊരു 1:2 ട്രേഡ് ആണ്. ഇവിടെ ഉള്ളത് ഒരു 1:2 ട്രേഡ് ആണ്. ഇതൊരു 1:2 ആണ്. 1:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഞാൻ $5 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്, $10 ടാർഗറ്റ് ചെയ്തത്. ഞാൻ അവിടെ എടുത്ത ക്വാണ്ടിറ്റി കണ്ടോ, അവിടെ നിങ്ങൾ ക്വാണ്ടിറ്റി ശ്രദ്ധിച്ചാൽ അറിയാം. $5 സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ട് ഞാൻ അവിടെ 40 ഔൺസ് എടുത്തു. ദാറ്റ് മീൻസ് ഞാൻ അറൌണ്ട് ഒരു 200 ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്തിട്ടുള്ളത്. ഇതൊരു 1:1 ട്രേഡ് ആണ്. അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒരു എക്കണോമിക് ഇവന്റ് ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്തതാണ്, പെട്ടെന്ന് ക്ലോസ് ചെയ്തതാണ്. അറൌണ്ട് ഒരു 200 ആണ് റിസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ബ്രേക്ക് ഈവൻ ട്രേഡ് ആണ്. ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കമ്മിങ് സെഷൻസിൽ അഡ്ജസ്റ്റ്മെന്റ്സിൽ, അതായത് പ്രോഫിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ പറയാനുള്ള ഒരു ടോപ്പിക്കാണ് ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു ട്രേഡ് എടുക്കുന്നു, അതിനൊരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതാണ് സ്റ്റോപ്പ് ലോസ്. ഇതിൽ 2 ടൂൾസ് ആണ് നമുക്ക് ബൈയിങ് പൊസിഷനും സെല്ലിംഗ് പൊസിഷനും കാണിക്കാൻ യൂസ് ചെയ്യുന്നത്. ഒന്ന്, ഇവിടെ നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ ലോങ് പൊസിഷൻ ടൂൾ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ഈ ഒരു ടൂളിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബൈ ട്രേഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോങ് പൊസിഷൻ ടൂൾ എന്ന് പറയുന്നത്. അതിന്റെ താഴെയുള്ള ഈ ഒരു റെഡ് ഏരിയനെ നമ്മൾ എവിടെയാണോ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഈ ഒരു പ്രൈസിലാണ് ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസിൽ അത് സെറ്റ് ചെയ്ത് വെക്കുന്നു. നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബൈ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സെല്ല് എടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ്. ഇവിടെ താഴെ ഉള്ളതാണ് അതിന്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടൂളിൽ താഴെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ല, ഈ ഒരു ട്രേഡിൽ എനിക്ക് എത്ര ഡോളർ ഇതുണ്ട്, റിസ്ക് ഉണ്ട്, $10 റിസ്ക് ഉണ്ട്. അപ്പോൾ ഒരു ഔൺസ് എടുത്താൽ തന്നെ $10 എനിക്ക് നഷ്ടപ്പെടും. അതേപോലെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഏരിയനെ അല്ലെങ്കിൽ ടാർഗറ്റ് പ്രൈസിനെ അല്ലെങ്കിൽ ടേക്ക് പ്രോഫിറ്റ് ഏരിയനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു ഗ്രീൻ കളറിലാണ്. ഇത് ബേസിക് കളേഴ്സ് ആണ്, നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെയാണ് ഷോർട്ട് പൊസിഷൻ ടൂളിലും. ഷോർട്ട് പൊസിഷൻ ടൂളിന് എങ്ങനെയാ വരിക,
മുകളിലായിരിക്കും റെഡ് കളർ. കാരണം എന്താ, നമ്മൾ സെല്ലാണ് എടുക്കുന്നത്. സ്റ്റോപ്പ് ലോസ് എന്തായിരിക്കും, മുകളിലായിരിക്കും. നമ്മൾ ബ്രോക്കറിന്റെ അടുത്ത് പറയുവാണ്, ഞാനിവിടെ സെല്ല് എടുത്തിട്ടുണ്ട്, അഥവാ മാർക്കറ്റ് മുകളിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്തോ, ഇന്നൊരു പ്രൈസ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ചെയ്യണമെന്നുള്ള ഒരു ഓർഡർ നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മൾ ബ്രോക്കറിന് കൊടുക്കുവാണ്. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. റിസ്ക് റിവാർഡ്. ഇപ്പൊ ഈ രണ്ട് ട്രേഡ് കണ്ടല്ലേ, ഒരെണ്ണം ഞാൻ 1:2 എടുത്തതാണ്. ഓൾറെഡി ഒരു ട്രേഡ് 1:2 എടുത്തതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ട്രേഡിനെ ഞാൻ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടാണ്, റിസ്ക് റിവാർഡ് എടുത്തിട്ടാണ് ആ ഒരു ട്രേഡിനെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ പ്രോഫിറ്റിൽ 1:4 വരെ. കുറെ കാലത്തിന് ശേഷമാണ് ഒരു 1:4 അവിടെ എടുക്കുന്നത്. കാരണം മാർക്കറ്റ് ഭയങ്കര വോളാറ്റിൽ ആയതുകൊണ്ട് തന്നെ 1:2 തന്നെ മാക്സിമം ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. ഇതൊരു 1:2 ട്രേഡ് ആണ്. ഈ ഒരു സെൽ ട്രേഡ് ഒരു 1:2 ട്രേഡ് ആണ്. ഇതൊരു 1:2 ട്രേഡ് ആണ്. എല്ലാ ട്രേഡിലും 200 റിസ്ക് ചെയ്തു, $400 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. ഇതിലും $400 ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ 1:2 ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. 1:2 1:2 ഇവിടെ ഓൾമോസ്റ്റ് 1:2 അടുത്താണ് ആ ഒരു ട്രേഡിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് 1:2, ഇതൊരു 1:4 റിസ്ക് റിവാർഡ് റേഷ്യോ ബുക്ക് ചെയ്ത ട്രേഡാണ്. അപ്പം ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ സെല്ല് ചെയ്തു. ഓക്കെ, ഇതൊരു 1:4 ബുക്ക് ചെയ്യാനുള്ള റീസൺ ഉണ്ട്. ഞാൻ ഇവിടെ സെല്ലെടുത്തിട്ട് മാർക്കറ്റ് താഴോട്ട് വരുന്നുണ്ട്. താഴോട്ട് നല്ല അഗ്രസീവായിട്ട് വരുന്നുണ്ട്. സോ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി ഒരു റിസ്ക് എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ മാർക്കറ്റ് താഴോട്ട് എത്രയും പ്രോഫിറ്റ് വരുമ്പോൾ ഞാൻ മാക്സിമം ആ ഒരു പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്തിട്ട് ഞാൻ ഒരു ടാർഗറ്റ് വെച്ചിട്ട്, ഇതിനുള്ള ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ നമ്മൾ പഠിക്കും, മാക്സിമൈസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഇങ്ങനെ ഒരു $700 ഈ ഒരു ട്രേഡിൽ ഞാൻ ഒരു $700 ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു 3 ട്രേഡിൽ $200 വെച്ച് ഞാൻ നഷ്ടപ്പെടുത്തിയാലും എനിക്ക് പ്രശ്നമുണ്ടോ? അടുത്തൊരു 3 No. ട്രേഡിൽ 200 വെച്ച് നഷ്ടപ്പെടുത്തിയാലും ബാക്കി എനിക്ക് എത്ര ഉണ്ട്, $100 ബാക്കി ഉണ്ടാവും. $100 പ്രോഫിറ്റ് ഉണ്ടാവും. അതാണ് റിസ്ക് റിവാർഡ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിങ്ങിനെ അത് ഹെൽപ്പ് ചെയ്യുന്നത്. റിസ്ക് റിവാർഡ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ഇതുപോലുള്ള എൻട്രീസ് ഒക്കെ ചില സെർട്ടൻ സിറ്റുവേഷൻസിൽ മാർക്കറ്റ് പുഷ് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന എൻട്രീസ് ആണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എൻട്രി മൊഡ്യൂൾസിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ആൻഡ് യെസ്, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിസ്കിനെ മാനേജ് ചെയ്യുന്നത്. റിസ്കിനെ മാനേജ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ എടുക്കുന്ന സ്റ്റോപ്പ് ലോസ് വെക്കണം. അതായത് അനാലിസിസിന്റെ ബേസിസിലാണ് ഈ സ്റ്റോപ്പ് ലോസസ് ഒക്കെ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ റിസ്കിനെ മാനേജ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾവേസ് പ്രൊട്ടക്ട് ദ ക്യാപിറ്റൽ. ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ക്ലിയർ ആണോ? റിസ്ക് മാനേജ്മെന്റ് പറഞ്ഞത് ക്ലിയർ ആണോ? ഒന്നും കൂടെ Yes, ഞാൻ sir. പറയാം. അതായത് ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുക. എന്തിനാ സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുന്നത്? ഇൻ കേസ് നമ്മുടെ അനാലിസിസ് എപ്പോഴും വേഴ്സ്റ്റ് കേസ് സിനാരിയോ തിങ്ക് ചെയ്യുക. ഓക്കെ, എന്താ മാർക്കറ്റ് എങ്ങാനും എഗെയിൻസ്റ്റ് ആയിട്ട് പോയാൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്താ ഉള്ളത്, എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്ത് സിസ്റ്റമാണ് അവിടെ ഉള്ളത്? അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സിസ്റ്റമാണ് സ്റ്റോപ്പ് ലോസ്. അതൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, എന്നെ പ്രൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല, മാർക്കറ്റ് ഫോളോ ആയാലും മാർക്കറ്റ് മുകളിൽ പോയാലും ഒന്നും എന്നെ എഫക്ട് ചെയ്യില്ല. 2, ഹ്യൂജ് ക്വാണ്ടിറ്റീസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ റിസ്ക് കൂടുതലാണ്. ഒരു ലോട്ടൊക്കെ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓരോ $1 ഗോൾഡ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂജ് ലോസ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുവാണ്, അത്ര വലിയ ക്വാണ്ടിറ്റി എടുക്കാണ്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നു. മൂന്നാമത്തത് റിസ്ക് റിവാർഡ്. അതായത് ലോസിനെ മാത്രമല്ല നമ്മൾ മാനേജ് ചെയ്യുന്നത്, പ്രോഫിറ്റ് നമ്മൾ മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ എടുക്കുന്ന റിസ്കിന്റെ ഒരു മൾട്ടിപ്പിൾ ടൈം ആയിട്ട് മിനിമം ഓഫ് 2 എങ്കിലും ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ട്രേഡുകളും വെക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു റിസ്ക് റിവാർഡ് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ തന്നെ ഇതിന്റെ സൈഡിൽ നിന്നും മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എഡ്ജ് കിട്ടും. ഓക്കെ, നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു കുറച്ച് മുന്നൊരു സെഷനിൽ ഇതുപോലെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലൈൻഡ് ആയിട്ട് ഒരു ദിവസം വരിക, ട്രേഡ് എടുക്കുക, സ്റ്റോപ്പ് ലോസ് വെക്കുക, 1:2 ടാർഗറ്റ് വെക്കുക, ഒന്നും നോക്കണ്ട, അനാലിസിസ് പോലും എടുക്കാതെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ പോലും നിങ്ങൾക്ക് അവിടെ ഒരു എഡ്ജ് കിട്ടുമെന്നാണ്. കാരണം എന്താ, അവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1:2, അല്ലെങ്കിൽ ആ ഒരു 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് ഫേവർ ആവുന്ന സമയത്ത്, നമ്പർ ഓഫ് ട്രേഡ്സ് ഇൻക്രീസ് ആവുന്ന സമയത്ത്, ഒരു 100 ട്രേഡ് ഒക്കെ എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 അല്ലെങ്കിൽ 4 ട്രേഡ് മാത്രം നമുക്ക് ഫേവറബിൾ ആയിട്ട് വന്നാൽ മതി. 4 ട്രേഡ് എന്ന് 40 ട്രേഡ് മാത്രം നമുക്ക് ഫേവറബിൾ ആയിട്ട് വന്നാൽ മതി. ബാക്കിയുള്ള
60 ട്രേഡ് നമുക്ക് എഗെയിൻസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ എന്തായിരിക്കും, പ്രോഫിറ്റബിൾ ആയിരിക്കും. അതിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോപ്പർ അനാലിസിസും കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. പ്രോപ്പർ അനാലിസിസും മാർക്കറ്റ് ഡേറ്റയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ കൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡേയിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. റെക്കോർഡ് സെഷൻ അയക്കാം. ആൻഡ് ഓൾസോ ഈ ഒരു റിസ്ക് മാനേജ്മെന്റും ഈ പൊസിഷൻ സൈസിങ്ങും റിസ്ക് റിവാർഡും എങ്ങനെ മെറ്റാ ട്രേഡർ 5 അപ്ലൈ ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സി യു ഓൺ ദ നെക്സ്റ്റ് സെഷൻ. അൺടിൽ ദെൻ, ബൈ ബൈ. Sure, thank you, man.